നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതികളായ 6 പേരുടെ ശിക്ഷ പ്രസ്താവിച്ചിരിക്കുകയാണ് പ്രത്യേക കോടതി. ഒന്നാം പ്രതി പൾസർ സുനിക്ക് ഉൾപ്പെടെ 6 പ്രതികൾക്കും 20 വർഷത്തെ കഠിന തടവാണ് വിധിച്ചിരിക്കുന്നത്. എല്ലാ പ്രതികളും 1.5 ലക്ഷം രൂപ പിഴയൊടുക്കണം. 6 പ്രതികളെയും വിയൂർ സെൻട്രൽ ജയിലിലേക്കാണ് മാറ്റുന്നത്. വിചാരണ കാലത്തെ തടവ് കുറച്ച് ശിക്ഷ അനുഭവിച്ചാൽ മതിയെന്നാണ്. അതായത് ഏകദേശം 7.5 വർഷത്തോളം നിലവിൽ പൾസർ സുനിയൊക്കെ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി ബാക്കി അവശേഷിക്കുന്ന 10-11 വർഷങ്ങളാണ് ഇനി ശിക്ഷ അനുഭവിക്കേണ്ടത്. IPC 376D പ്രകാരം കൂട്ടബലാത്സംഗത്തിന്റെ പരമാവധി ശിക്ഷയായി 20 വർഷം തടവാണ് എല്ലാ പ്രതികൾക്കും നൽകിയിരിക്കുന്നത്. ഗൂഢാലോചനയ്ക്ക് 1 വർഷം വീതം പിഴയും 1 വർഷം തടവും ഒപ്പം തന്നെ പിഴയും കോടതി വിധിച്ചിട്ടുണ്ട്. അതേസമയം സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വി അജയകുമാറിന്റെ പ്രതികരണം എന്നത് IPC 376D പ്രകാരം കൂട്ടബലാത്സംഗത്തിന്റെ മിനിമം ശിക്ഷ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. നിരാശ പകരുന്ന വിധി എന്നതാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തുള്ള പ്രതികരണം. ഒപ്പം IT ആക്ട് അനുസരിച്ചുള്ള കേസുകളിൽ അതിലും പ്രത്യേക ശിക്ഷ പൾസർ സുനിക്ക് നൽകിയിരുന്നു. അതായത് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതിനും അത് സൂക്ഷിച്ചു വെച്ചതിനും അങ്ങനെ 2-3 വർഷങ്ങളായി തടവ് ശിക്ഷകൾ. ഇതെല്ലാം ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നതുകൊണ്ട് നിലവിൽ 7.5 വർഷത്തോളം ജയിലിൽ കടന്നയാൾ എന്ന നിലയ്ക്ക് ബാക്കിയുള്ള 11-12 വർഷങ്ങളാണ് ഇനി പൾസർ സുനി ജയിലിലുണ്ടാവുക. മറ്റ് പ്രതികളും അതേ നിലയിൽ തുടരും. പൾസർ സുനി, മാർട്ടിൻ ആന്റണി, B മണികണ്ഠൻ, VP വിജീഷ്, H സലീം, പ്രദീപ് എന്നിവരാണ് 6 പ്രതികൾ. ഇവരാണ് എല്ലാവർക്കും ഒരേ ശിക്ഷയാണ്, 20 വർഷത്തെ തടവാണ് കോടതി വിധിച്ചിരിക്കുന്നത്. പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് നിരാശാജനകമായ വിധി എന്ന പ്രതികരണമാണ് വരുന്നത്. രാഗിൻ, മറ്റാരുടെയെങ്കിലും പ്രതികരണങ്ങൾ ഈ നിമിഷം വരുന്നുണ്ടോ? ഇപ്പോൾ രാവിലെ ഏറെ സമയം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു വാദം അല്ലെങ്കിൽ കോടതിയും പ്രോസിക്യൂഷനും ഒക്കെ തമ്മിലൊരു വാദപ്രതിവാദം നടക്കുകയും ഉണ്ടായിരുന്നല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി പ്രത്യേകം എടുത്ത് സൂചിപ്പിച്ചത്? അതായത് കോടതി പ്രധാനമായും കണ്ടിരിക്കുന്നത് ഈ 6 പ്രതികളുടെ കാര്യത്തിൽ ഇതിൽ ഒരാളുടെ സഹായമില്ലാതെ മറ്റൊരാൾക്ക് കുറ്റകൃത്യം ചെയ്യാൻ കഴിയില്ല എന്ന വാദം കോടതി കാണുന്നുണ്ട്. അതുകൊണ്ടാണ് 20 വർഷം കഠിന തടവ് വിധിച്ചിരിക്കുന്നത്. പക്ഷേ അതൊരു മിനിമം ശിക്ഷയാണ്. 376D, അതായത് ഗ്യാങ് റേപ്പിൽ കൊടുക്കുന്ന മിനിമം ശിക്ഷയാണ്. പക്ഷേ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം പരമാവധി ശിക്ഷ നൽകണം എന്നതായിരുന്നു ആവശ്യം. എന്തായാലും ഈ വിധിപ്പറപ്പ് പുറത്തു വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ശിക്ഷ വിധിക്കുമ്പോൾ കോടതി വികാരങ്ങൾക്ക് അടിമപ്പെടാനോ പക്ഷപാതപരമായി പെരുമാറാനോ പാടില്ല എന്ന കാര്യം ഈ വിധിന്യായത്തിൻ്റെ ഭാഗമായി തന്നെ കോടതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങളായി കോടതി പറഞ്ഞിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും A1 മുതൽ A6 വരെ, അതായത് പൾസർ സുനി മുതൽ പ്രദീപ് വരെയുള്ള കുറ്റവാളികൾക്ക് 376D കൂട്ടബലാത്സംഗ പ്രകാരം 20 വർഷം കഠിന തടവും ഓരോരുത്തരും 50,000 രൂപ പിഴയും അടയ്ക്കണം. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം കൂടി കഠിന തടവ് അനുഭവിക്കണം എന്നതാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഓരോ വകുപ്പുകളിലും പ്രത്യേകം ശിക്ഷയുണ്ടെങ്കിലും ഏറ്റവും കൂടി നിൽക്കുന്ന ശിക്ഷയാണ് അനുഭവിക്കേണ്ടത്. അത് ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്ന നിലയ്ക്കാണ് ആ ശിക്ഷ അനുഭവിക്കേണ്ടി വരിക. എന്തായാലും വളരെ സുപ്രധാനമായിട്ടുള്ളൊരു വിധിന്യായത്തിലേക്കാണ് കോടതി ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇതിൽ പ്രോസിക്യൂഷന് സ്വാഭാവികമായിട്ടും അപ്പീൽ പോകാം. അത്തരം അപ്പീലുമായി പ്രോസിക്യൂഷൻ വരും ദിവസങ്ങളിൽ ഈ ഉത്തരവിൻ്റെ പകർപ്പ് പുറത്തു വരുമ്പോൾ പോകും. എന്തായാലും കോടതി ശിക്ഷയിന്മേലുള്ള വാദം നടക്കുന്ന ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ ഈ വാദഗതിയാണ് മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ പ്രതികൾ പറഞ്ഞത് തങ്ങളുടെ കുടുംബ പശ്ചാത്തലം, തങ്ങൾക്ക് അത്തരത്തിലൊരു പെറ്റി കേസ് പോലും പലർക്കും ഇല്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ്. ആ ഘട്ടത്തിൽ ഒന്നാം പ്രതി പൾസർ സുനിയാണ് ഈ ക്രൂരകൃത്യം നടത്തിയിരിക്കുന്നത്. മറ്റുള്ളവരുടെ റോളുകൾ പ്രത്യേകം വിലയിരുത്തേണ്ടതല്ല എന്ന ചോദ്യം കോടതി ചോദിച്ചിരുന്നു. പക്ഷേ അത് പ്രോസിക്യൂഷനോടുള്ള നിലപാട് തേടലുള്ള ചോദ്യമായിട്ട് വേണം മനസ്സിലാക്കാൻ. അതിനുശേഷം കോടതി ഇപ്പോൾ ഒരേ തരത്തിലുള്ള ശിക്ഷയാണ്, അല്ലെങ്കിൽ 20 വർഷം എന്ന് പറയുന്ന ശിക്ഷയാണ് എല്ലാ പ്രതികൾക്കും വിധിച്ചിരിക്കുന്നത്. ശരി.